ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനിന്ന് പറയാൻ വന്നിരിക്കുന്നത് ഭയങ്കര ഒരു എന്താ പറയുക, വിഷമമുണ്ട് സംസാരിക്കുന്നതിനെല്ലാം. കാരണം നമ്മളൊരു നാട്ടിൽ ഇങ്ങനെ ഇത്രയും വലിയൊരു സംഭവം, ഇത്രയും വലിയൊരു ലാൻഡ് സ്ലൈഡ്, എനിക്ക് തോന്നുന്നു ഫ്ലഡിനേക്കായൊക്കെ ഭയങ്കര എഫക്റ്റീവായിട്ട് നടന്ന സംഭവമാണിത്. ഫ്ലഡൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്ന ആളുകൾക്ക് എല്ലാവർക്കും അവർക്കൊരു ഹോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഒരു വീടുണ്ട് നമുക്ക്, അല്ലെങ്കിൽ വെള്ളം കയറിയതാണ്, അപ്പോൾ തിരിച്ച് അവർ ക്യാമ്പിൽ നിന്ന് പോകുമ്പോൾ അവർക്കൊരു ഇതുണ്ടാവും. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമുക്കായാലും എല്ലാവരുടെ ഒരു സ്വപ്നമാണ് ഒരു വീടെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ വീട് മൊത്തം ഒരു രാത്രി അത് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു രാത്രി കൊണ്ട് ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ നോർമലി നമുക്ക് തന്നെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിപ്പം രാവിലെയൊക്കെ ആണെങ്കിൽ പിന്നെയും നമുക്കൊരു ഓടി മാറാൻ എടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അത് മൊത്തം നമ്മളെ കണ്ണിൽ കൂടെ ഇല്ലാതാവുന്ന കാണുന്ന അത് കുറേ പേര് മരണപ്പെട്ടു. പക്ഷേ ഈ കണ്ടവരുണ്ടല്ലോ, ലൈക്ക് ദേ വിറ്റ്നസ് സംബഡി, ലൈക്ക് ഇതൊക്കെ ഇങ്ങനെ അവർക്കത് ഭയങ്കര ഷോക്കായിരിക്കും. കാരണം അവരെ കൺമുമ്പിൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് എല്ലാം ഇല്ലാതായൊരു അവസ്ഥ ഉണ്ടല്ലോ, അതൊരു എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു ഹോപ്പ് ഇല്ലാതെ വരും. നമുക്ക് എപ്പോഴും ജീവിതത്തിൽ ജീവിക്കാൻ നമുക്ക് ഏറ്റവും വേണ്ടുള്ള ഹോപ്പാണ്. നമുക്ക് എന്തിനായാലും എത്ര ഒരു ഇത് വന്നാലും നമ്മൾ തളർന്നാലും നമുക്കൊരു ഹോപ്പാണ് വേണ്ടത്. പക്ഷെ അത് നഷ്ടമെന്ന് പറഞ്ഞല്ലോ, അത് ഭയങ്കര ഇതാണ്. ഞാൻ എല്ലാവർക്കും പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാം. എന്നാലും ഞാൻ മാത്രമല്ലല്ലോ, എല്ലാവരും നമുക്ക് ഇങ്ങനെ പറയാനല്ലേ പറ്റൂ. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു അവർക്കെല്ലാം ഒരു ദൈവം ഒരു സ്ട്രെങ്ത് കൊടുക്കണം. കാരണം ഏറ്റവും ഇപ്പോൾ അവർക്ക് വേണ്ടുള്ള അതാണ്, ആ ഒരു മനസ്സിനൊരു ആശ്വാസം. നമ്മളിപ്പം എല്ലാവരും ഡ്രസ്സും കാര്യങ്ങളെല്ലാം എത്ര സപ്പോർട്ട് ചെയ്താലും നമ്മൾ മെൻ്റലി അങ്ങ് തളർന്നു, ഇല്ലാണ്ടായി പോകും പെട്ടെന്ന് തന്നെ. അപ്പോൾ അത് നമുക്ക് അത് ഊഹിച്ചെടുക്കാൻ പോലും പറ്റത്തില്ല. അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ. സോ ഐ തിങ്ക് right now we have to stand for Wayanad, or no, stand with Wayanad. So that's it. എനിക്ക് പറയാൻ തോന്നി.